കൊച്ചി കലൂരിൽ നിന്ന് മോഷ്ടിച്ച സ്കൂട്ടർ അടുത്ത ദിവസം തന്നെ കണ്ടെത്തി പോലീസ്. ന്യൂസ് 18 ക്യാമറമാൻ ശ്യാംലാലിന്റെ സ്കൂട്ടറാണ് കഴിഞ്ഞ ദിവസം ATMന് മുന്നിൽ നിന്ന് നഷ്ടമായത്. സ്കൂട്ടറും മോഷ്ടാവിനെയും തൃക്കാക്കര പോലീസ് പിടികൂടി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു. പ്രദീപ്, വൈകിട്ടാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന അത്താണി എന്ന സ്ഥലത്ത് വെച്ച് ഈ ശ്യാംലാലിന്റെ സ്കൂട്ടർ കണ്ടെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര പോലീസ് പറയുന്നത് ലിജീഷ് എന്നു പേരുള്ളയാൾ ഇവിടെ ഒരു കടയിൽ അവിടെ മോഷണം ശ്രമത്തിനിടെ പിടിയിലാവുകയായിരുന്നു. ഒരു പമ്പ് സെറ്റ് മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ ഒരാൾ പിടിയിലായിരുന്നു. ഇയാളെ അവിടെയുള്ളവർ പിടിച്ച് പരിശോധിച്ചപ്പോൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച പേഴ്സിൽ ശ്യാംലാലിന്റെ ID കാർഡ് അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം സ്കൂട്ടറിൽ ശ്യാംലാലിന്റെ പേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇവർ പോലീസിലെ വിവരം അറിയിക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശ്യാംലാലിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ശ്യാം പറഞ്ഞതനുസരിച്ചാണ് അവർ സ്കൂട്ടർ കൂടി ഉണ്ട്, കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, പേഴ്സ് മാത്രമല്ല അയാളുടെ പക്കലുള്ളതെന്ന് അന്വേഷിക്കുകയും പിന്നീട് അത്താണിയിൽ നിന്ന് കാക്കനാട് അത്താണി ഭാഗത്തു നിന്ന് സ്കൂട്ടർ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് പറയുന്നത് ലിജീഷ് 32 വയസ്സുള്ള ലിജീഷ് പറവൂർ സ്വദേശിയാണ്. ഇയാൾ ഒരു സ്ഥിരം മോഷ്ടാവാണ്. നേരത്തെയും പലതവണ ഇയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾ അയാൾ വലിയ രീതിയിൽ സിറ്റി പരിധിയിലേക്ക് കടന്നു വരാറില്ലായിരുന്നു. ഇപ്പോൾ അടുത്തിടെയാണ് വീണ്ടും കൊച്ചിയിലേക്ക് വന്ന ഒരു കേസ് ഇപ്പോഴാണ് ഇതിൽ വരുന്നത്. മോഷ്ടിച്ച സ്കൂട്ടറുമായിട്ട് അയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും ചെന്നിട്ടുണ്ട്. പെട്രോൾ അടിക്കാൻ ചെല്ലുകയും അവിടെ ബഹളം ഉണ്ടാവുകയും പണം കൊടുക്കാതെ പോകാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അത്തരം CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കുകയും ചെയ്തിരുന്നു. പോലീസ് കണ്ടെത്തിയിരുന്നു. ശ്യാംലാലിന്റെ ATM കാർഡ് ഉപയോഗിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയും ചെയ്തു. അതിന്റെ ഒരു മെസ്സേജ് എല്ലാം ഫോണിൽ വന്നു. അങ്ങനെ പോലീസ് വളരെ കൃത്യമായിട്ട് ഇത് ട്രാക്ക് ചെയ്തും മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് വൈകിട്ട് ഈ വിവരം കൂടി എത്തുന്നത്. ഇപ്പോൾ വാഹനം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അത് കേസ് രജിസ്റ്റർ ചെയ്ത നോർത്ത് പോലീസിന് കോടതി വഴി കൈമാറും. ഇതിനുശേഷം ഈ നടപടിക്രമങ്ങൾക്ക് ശേഷം പോലീസിന്റെ വാഹനം കോടതിയിൽ നിന്ന് ശ്യാംലാലിനെ തിരികെ കിട്ടും. എന്തായാലും ഇന്നലെ രാവിലെ നടന്ന മോഷണം അത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അത് കണ്ടെത്താനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഒരു സന്തോഷകരമായ ഒരു വസ്തുത. എന്തായാലും വലിയ രീതിയിലൊരു അന്വേഷണം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തുന്നു. മറ്റു മാധ്യമങ്ങളും എല്ലാം തന്നെ ഇത് വലിയ രീതിയിൽ തന്നെ വാർത്തയാക്കുകയും ചെയ്തു. പോലീസും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ന് വൈകിട്ടോടുകൂടി വാഹനം കണ്ടെത്തിയിരിക്കുന്നു. ഇനി നടപടികൾക്ക് ശേഷം സ്കൂട്ടർ പോലീസ് കൈമാറും. പ്രദീപ്.